സോ ബിഗ് ബോസ് തമിഴ് സീസൺ 8 ഡേ നമ്പർ 1 എപ്പിസോഡ് നമ്പർ 2 ഇത് ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് ഒക്കെ അത്യാവശ്യം ഫയറുള്ളൊരു കണ്ടസ്റ്റൻസ് ആണ്. മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യ ദിവസത്തെ ആ ഒരു ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്നൊരു ബിഗ് ബോസിൻ്റെ ആ ഒരു കൺസെപ്റ്റ് കുറച്ച് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഒരു തീപ്പൊരി ഇട്ടുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസം തന്നെ ബിഗ് ബോസ് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമെന്നോണമാണ് രണ്ടാം ദിവസം, അല്ലെന്നുണ്ടെങ്കിൽ ഡേ നമ്പർ 1 ബിഗ് ബോസിൻ്റെ ആ ഒരു എപ്പിസോഡ് നമ്പർ 2 വരുമ്പോഴും, അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടസ്റ്റൻസിൻ്റെ ഡേ നമ്പർ 1 ആരംഭിച്ചത് തന്നെ ആ ഒരു എന്താ പറയുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിലെ 2 പാർട്ടീഷൻസ് അല്ലെങ്കിൽ 2 പോർഷൻസ് ഗേൾസിൻ്റെയും അതുപോലെ തന്നെ ബോയ്സിൻ്റെയും തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് വീണ്ടും അടുത്ത ദിവസത്തിലേക്കും വന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് നമ്പർ 2 അല്ലെന്നുണ്ടെങ്കിൽ ഡേ നമ്പർ 1 നടന്നത്. ബട്ട് ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയുമ്പം കണ്ടസ്റ്റൻസ് ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും ഈ ഒരു സീസണെ വെച്ച് നോക്കുമ്പം ഗെയിം അറിയാവുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്താണെന്നും ബിഗ് ബോസിനെ പറ്റി നല്ല രീതിയിൽ പഠിച്ചും അവിടെ എങ്ങനെ കളിക്കണമെന്നും മറ്റുള്ളവരുടെ ഗെയിം എന്താണെന്നും മനസ്സിലാക്കി കളിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ആണ്. ആരും 1-2 പേരൊഴിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം എല്ലാ കണ്ടസ്റ്റൻസിനും തന്നെ മറ്റുള്ളവരുടെ ഗെയിമും അവരുടെ സ്ട്രാറ്റജികളും എന്താണെന്നും സ്വന്തമായിട്ട് പല സ്ട്രാറ്റജികളും ഇറക്കാൻ കപ്പാസിറ്റി ഉള്ളവരും ഇറക്കുന്നതുമായിട്ടുള്ള കുറേ കണ്ടസ്റ്റൻറ്റുകൾ തന്നെയാണ് ഈ ഒരു സീസണിലേക്ക് തമിഴിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം തന്നെ ഒരു അൺഫെയർ എവിക്ഷനാണ് സാധനയുടെ നടത്തിയത്. 24 hours ഒരു കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കണ്ടസ്റ്റൻസ് എല്ലാം വന്നതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് ഒരു എവിക്ഷൻ നടന്നിരിക്കുന്നത്. ടോട്ടലി ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അൺഫെയർ ഡേ തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു ആ ഒരു എപ്പിസോഡ് നമ്പർ 2 കുറിച്ച് പറയുമ്പോൾ. അപ്പം അത് ഏത് രീതിയിലാണ് ബിഗ് ബോസ് വേറൊരു പ്ലാനിങ്ങുകൾ പിന്നണിയിലുണ്ടോ, അത് കുറച്ച് കഴിയുമ്പം തമിഴ് ബിഗ് ബോസൊക്കെ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇവർ കുറച്ച് കഴിയുമ്പം ആദ്യ ആഴ്ചകളിലൊക്കെ എവിറ്റായി പോകുന്നവരെ വീണ്ടും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടും റീ എൻട്രി ഒക്കെ കൊടുത്ത് കൊണ്ടുവരാറുണ്ട്. ബട്ട് ഇതൊരു എന്താ പറയുന്നത് അതിക്രമമായി പോയില്ലേ, തുടങ്ങി ഒരു അവസരങ്ങൾ പോലും കൊടുക്കാതെ വെറുതെ എന്തിനാണ് പിന്നെ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടത്തിവിട്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു സംശയകരമായി തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ബിഗ് ബോസിൻ്റെ അണിയറയിൽ നല്ലൊരു പ്ലാനും കാര്യങ്ങളും കാണും. അല്ലാതെ ഒരു കണ്ടസ്റ്റൻറ്റിനെ അങ്ങനെ എവിക്റ്റാക്കി അവരുടേതായ താല്പര്യങ്ങളിൽ എവിക്റ്റാക്കി വിടില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് നോക്കാൻ വരും ദിവസങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന്. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഡേ 1 നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു 1 by 1 ആയിട്ട് ഞാൻ പറയുന്നില്ല, ഒരു ഷോർട്ടായിട്ടുള്ള ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന ഒരു കൺസെപ്റ്റിൽ ആ ഒരു ഹൗസിനുള്ളിലെ 2 പോർഷൻ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു ദിവസം ഇതിൻ്റെ പേരിൽ പല ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ജാക്വലിൻ ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുക്കുന്നു. അവർക്ക് താല്പര്യമില്ല, വന്നപ്പോൾ തന്നെ സെപ്പറേറ്റ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഗേൾസിൻ്റെ കൂടെ നിന്നുകൊണ്ടൊരു ഗെയിം കൊടുക്കാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിമും പ്രേക്ഷകർക്കിടയിലേക്ക് താൻ അവിടെ ഉണ്ട്, തൻ്റെ ഒരു നെയിമും കാര്യങ്ങളും ആദ്യം തന്നെ ജാക്വലിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഇട്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സീസൺ 8 ജാക്വലിൻ തൻ്റെ ആ ഒരു നെയിം അവിടെ ഉറപ്പിച്ച് കഴിഞ്ഞു എന്ന് പറയാം. അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, എല്ലാം എതിർത്ത് നിന്ന് മാറി നിന്ന് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിലൊരു പേടിയുള്ളതായിട്ട് തോന്നി. ഒറ്റപ്പെട്ട് മാറി നിന്ന് കുറച്ച് സെൻറ്റിമെൻ്റൽ അപ്രോച്ചും കാര്യങ്ങളും ഒക്കെയാണ് നടത്തുന്നതെന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു പേടിയുണ്ട് മുന്നോട്ട് വരാനും. അത് മറ്റുള്ളവരുടെ കൂടത്തിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്വന്തമായിട്ടൊരു ഗെയിം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും മുന്നണിയിൽ നിന്നുകൊണ്ട് ഗെയിം കളിക്കാൻ വലിയ താല്പര്യമുള്ളതായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ ബോയ്സിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുത്തുകുമാരൻ മുന്നിലേക്ക് ഇറങ്ങി നിന്നാണ് ഗെയിം കളിക്കുന്ന, പല സ്ട്രാറ്റജികളും ഇറക്കുന്നുണ്ട്. അപ്പം അതും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ അർണവും അൻഷിതയും അവർ തമ്മിൽ പുറത്തെങ്ങനെയാണെന്നും അവരുണ്ടാക്കിയ കോൺട്രാവേഴ്സികളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നല്ലൊരു കമ്പനിയുള്ള 2 പേരാണ്. ബട്ട് അതിനുള്ളിൽ വന്നു കഴിഞ്ഞ് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് അതിനകത്തുണ്ടായത്. അത് മറ്റുള്ളവർ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അർണവിൻ്റെ ആ ഒരു ഡബിൾ സ്റ്റാൻഡും കാര്യങ്ങളും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണെന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അപ്പം മൊത്തത്തിൽ ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് മറ്റ് കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കുകയും അവരുടെ ഗെയിം പ്ലാനുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഗെയിം പ്ലേ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ സാധനയുടെ എവിക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് നടന്നത്. മറ്റുള്ള കണ്ടസ്റ്റൻസ്
എല്ലാം ചേർന്ന് ഒരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ നിൽക്കാൻ യോഗ്യതയല്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റിനെ തിരഞ്ഞെടുത്ത് പുറത്തേക്ക് അയക്കുകയായിരുന്നു. അതിൽ നമ്മുടെ രവീന്ദ്രനും ഫാറ്റ്മാൻ രവീന്ദ്രനും അതുപോലെ തന്നെ ജാക്വലിനുമാണ് വോട്ട് കൂടുതലുണ്ടായിരുന്ന മറ്റ് 2 പേര്. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന നമ്മുടെ സജനയാണ് പുറത്തേക്ക് പോയത്. അതിനുശേഷം ഈ ഒരു സീസണിലെ ആദ്യ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ബിഗ് ബോസിൽ നടന്നത്. അതിൽ നമ്മുടെ തരിഷ്കയാണ് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്കും കാര്യങ്ങളും എല്ലാവരും പങ്കെടുത്ത അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കുറച്ച് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് നടത്തുകയൊന്നുമല്ല. ആദ്യ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തത്. അതിൽ തരിഷ്കയാണ് വിന്നായി വന്നതും ആദ്യ ബിഗ് ബോസ് തമിഴ് സീസൺ 8ൻ്റെ ക്യാപ്റ്റനായിട്ട് തരിഷ്കയാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു സീസണിലെ ആദ്യ എലിമിനേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നോമിനേഷൻ പ്രോസസ്സാണ് നടന്നത്. അതായത് ഈ ഒരു വീക്കെൻഡ് എവിക്ഷനിലേക്കുള്ള കണ്ടസ്റ്റൻസിൻ്റെ നോമിനേഷൻ പ്രോസസ്സായിരുന്നു നടന്നത്. അപ്പോൾ ഈ ആഴ്ച മൊത്തം 6 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സൗന്ദര്യ, 2 അരുൺ പ്രശാന്ത്, അതുപോലെ ജാക്വലിൻ, പിന്നെ നമ്മുടെ രഞ്ജിത്ത്, മുത്തുകുമാരൻ, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ്മാൻ രവീന്ദ്രൻ. ഈ ഒരു 6 പേരാണ് ഈ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ബിഗ് ബോസ് തമിഴ് സീസൺ 8ൻ്റെ ആദ്യ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നവർ. അപ്പോൾ ഏകദേശം ഈ നോമിനേഷനോട് കൂടി തന്നെ ഇന്നത്തെ ആ ഒരു ദിവസം അങ്ങോട്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വീടിനുള്ളിലെ സെക്ഷൻസ് തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ജാക്വലിനും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബോയ്സിനിടയിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ ഗേൾസിനിടയിലാണ് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ആ ഒരു സെക്ഷൻ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും, അതുപോലെ തന്നെ ജാക്വലിനാണ് കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളും മറ്റുള്ളവർക്ക് എതിരായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ബോയ്സിൻ്റെ സൈഡിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു സംസ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിലവിൽ ഈ പറയുന്നത് പോലെ ഡേ നമ്പർ 1 ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിരിക്കുന്നത്. പിന്നെ ഡേ നമ്പർ 2 വരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ്മാൻ രവീന്ദ്രന് കുറച്ച് ഇഞ്ചുറീസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. ആൾ കുറച്ച് വൈകാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സാജനയെ പുറത്തേക്ക് വിടാതെ നമ്മുടെ രവീന്ദ്രനെ പുറത്തോട്ട് വിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ആളെ സംബന്ധിച്ച് ഫിസിക്കലി അത്ര ഫിറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്ന ദിവസം തന്നെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ആൾക്ക് ഈ ഒരു ബിഗ് ബോസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഫിസിക്കൽ ടാസ്കുകളും മറ്റു പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരിടത്തിരുന്ന് സംസാരിക്കുക മാത്രമല്ലല്ലോ വേണ്ടത്. പുള്ളിയുടെ ഫിസിക്കൽ കണ്ടീഷനും അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇന്നലെ കണ്ടതിന് ശേഷം. കാലിന് ചെറിയൊരു ഇഞ്ചുറിയും കാര്യങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ കുഴപ്പമൊന്നും ഇല്ല. അവിടെ തന്നെ ഉണ്ട്, വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നലത്തെ അല്ലെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് നമ്പർ 2 ഒരു വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.